ഹായ് സ്റ്റുഡൻസ്, ഇനി നമുക്ക് ലാസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കാം. 2019 ക്വസ്റ്റ്യൻ പേപ്പറാണത്. അതായത് നിങ്ങളുടെ റെഗുലേഷൻ പുതിയതായതിനു ശേഷം വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ആദ്യത്തെ 2 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വാട്ട് ഈസ് ഒളിഗോപൊളി കോമ്പറ്റീഷൻ, ആൻഡ് സെക്കൻഡ് വൺ വാട്ട് ഡു യു മീൻ ബൈ ദ ടേം യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡ്. തേർഡ് വൺ ഗിവ് ദ അസംഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്. നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് മോണോപ്പൊളി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ഓപ്റ്റിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഒൻപതാമത്തത് വാട്ട് ഇസ് അക്കൗണ്ടിങ് കോസ്റ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് കോസ്റ്റുകളൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 10th വൺ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഡിസ്കൗണ്ടിങ്. ഇതേ ക്വസ്റ്റ്യൻ ആണ് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. മോണോപ്പൊളി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിച്ചിട്ടുണ്ട്, ആവറേജ് റവന്യൂ ആൻഡ് മാർജിനൽ റവന്യൂ ചോദിച്ചതാണ്. അതേപോലെ തന്നെ 11th ക്വസ്റ്റ്യനിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ആണ് നമുക്ക് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ കഴിഞ്ഞത്. വീണ്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ്. നെക്സ്റ്റ് വാട്ട് ഈസ് മാർക്കറ്റ് ഡിമാൻഡ്. 14ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എക്കണോമിക് കോസ്റ്റ്. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡസ് ദ ലോങ് ടേം കോസ്റ്റ് ഡിഫർ ഫ്രം ഷോർട്ട് ടേം കോസ്റ്റ്. ഇതാണ് പുതിയ റെഗുലേഷൻ പ്രകാരം വന്നിരിക്കുന്ന ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇതിന്നാണ് ബാക്കിയുള്ളതിലേക്കൊക്കെ, അതായത് നമ്മൾ ബാക്കി നോക്കിയ 3 എണ്ണവും ഇതിൻ്റെ ഒരു ബാലൻസുകളാണ്. അപ്പോൾ ഇതിൽ ഏകദേശം തന്നെ ഏതൊക്കെ പോർഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കിത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ അറിയാം. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന വൈ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺവേർഡിലേക്ക് സ്ലോപ്പ് ആയിരിക്കുന്നത്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ബിസിനസ് സൈക്കിൾ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആൻഡ് ഡിമാൻഡ്, ലോങ് റൺ ഡിമാൻഡ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് അബൌട്ട് ഇൻറ്റേർണൽ എക്കണോമീസ് ഓഫ് സ്കെയിൽ. നേരത്തെ എക്സ്റ്റേണൽ എക്കണോമീസ് ചോദിച്ചു, ഡിസ് എക്കണോമീസ് ചോദിച്ചു. നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതായത് ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അതിന് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കറിയാൻ പറ്റുന്ന, അതായത് നമുക്ക് ഏതൊക്കെ പോർഷന് ചോദിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത്. നെക്സ്റ്റ് എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഹൗ ക്യാൻ ബി ഡിറ്റർമിൻ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് അണ്ടർ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ. വീണ്ടും പ്രൈസും ഔട്ട്പുട്ട് റിലേഷൻഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. 25ാമത്തെ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ദ ലോ ഓഫ് ഡിമാൻഡ്. എഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളതും അതിൻ്റെ അസംഷനും അതേപോലെ എക്സംഷൻസും ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ആ ലോഡ്. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. And last essay question, what is revenue? With the help of diagram explain the relationship between total revenue, marginal revenue and average revenue. TR, MR and AR. ഇത്രയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ചോദിച്ചിരിക്കുന്നത്. റവന്യൂ എന്താ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ഫസ്റ്റ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തു. 2019, 20, 21, 22 ഇതിൽ 4 ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ചെയ്തപ്പോഴും കോമൺ ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതിനോട് അടുത്ത് നിൽക്കുന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ തന്നെ പല വകഭേദങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കിട്ടി. ഇപ്പോൾ ഒരു കോസ്റ്റ് ചോദിക്കുക വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ലോ ഓഫ് ഡിമാൻഡ് ചോദിച്ചപ്പം അതിൻ്റെ തന്നെ എക്സംഷൻസും അസംഷനും ചോദിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ചോദിച്ചിട്ടുണ്ട്.
കോസ്റ്റുകളെക്കുറിച്ച് ഡിഫറെൻ്റായി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ എക്കണോമീസ് ഓഫ് സ്കെയില്, ഡിസെക്കണോമീസ്, കിങ്ഡ് ഡിമാൻഡ് കർവിനെ കുറിച്ച്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം 4 ക്വസ്റ്റ്യൻ പേപ്പറിലും അത് റിപ്പീറ്റഡ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച് വയ്ക്കുക. ഇപ്പോൾ ഇതിൽ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലും ജയിക്കാനുള്ളൊരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് നേടാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയതിൽ ഓരോ പോയിൻ്റ് എടുക്കുക, അതിനോട് തൊട്ട് അപ്പുറം ഇപ്പുറമുള്ള കാര്യങ്ങൾ കൂടുതൽ ഒന്ന് പഠിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു.